ഇനി സാമ്പാറും വേണ്ട, രസവും വേണ്ട, നമുക്ക് സാരസം ഉണ്ടാക്കിയാലോ? സാരസം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നറിയണ്ടേ? വേഗം വന്നോളൂ. നിങ്ങളുടെ കയ്യിൽ ഒരു സവാളയും ഒരു ടൊമാറ്റോ ഉണ്ടോ? എങ്കിൽ നമുക്ക് ഇപ്പം തന്നെ സാരസം ഉണ്ടാക്കാം. ചോറിനും സൂപ്പർ, ദോശയ്ക്കും ഇഡ്ഡലിക്കും സൂപ്പർ. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ? ഇത് കണ്ടോ, ഇതുപോലൊരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് ഒരു 1/4 ടീസ്പൂണ് ജീരകം, 1/4 ടീസ്പൂൺ ഉലുവ, ഒരു വലിയ കഷ്ണം കായം കഷ്ണിച്ചത്, പിന്നെ ഒരു 3-4 അല്ലി വെളുത്തുള്ളിയും കൂടെ ഇതുപോലെ കുക്കറിനകത്ത് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഉലുവയും ജീരകവും കായവും മൂത്തിട്ട് ആ വെളുത്തുള്ളി ഇട്ട് കൊടുത്താൽ മതി. കണ്ടോ, ഇതുപോലെ എല്ലാം കൂടെ ഒന്ന് മൂപ്പിക്കുക. തീ കുറച്ച് വെച്ചിട്ട് വേണം മൂപ്പിക്കാനായിട്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ കരിയാൻ സാധ്യതയുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കഴുകി ഞാൻ വെച്ചിരിക്കുന്ന ചെറുവയറ്റും പരിപ്പാണ്. ഇതാകുമ്പോൾ പെട്ടെന്ന് വേകും. നിറച്ചൊരു പിടി ചെറുവയറ്റും പരിപ്പ് കഴുകി അതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളം ഒരു 3 ഗ്ലാസ് വെള്ളത്തോളം ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കാരണം കറിക്ക് ആവശ്യമുള്ള വെള്ളം ആദ്യം തന്നെ ഒഴിച്ച് കൊടുക്കണം. പിന്നെ വെള്ളം ചേർക്കാൻ നിൽക്കരുത്. അതിലേക്ക് ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർക്കണം. പിന്നെ ഒരു 1/4 സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇത് കണ്ടോ, ഒരു ടൊമാറ്റോയും ഒരു സവാളയും ഒരു 2-3 പച്ചമുളകും അതും കൂടെ അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം ഒന്നും കൂടെ ഒന്ന് ഇളക്കി നമുക്ക് കുക്കർ അടച്ച് ഒരു വിസിൽ വന്നു കഴിയുമ്പോൾ ഒരു 10 മിനിറ്റ് തീ കുറച്ച് വയ്ക്കാം. അപ്പോഴേക്കും പരിപ്പൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടായിരിക്കും. ഇനി കടുക് താളിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാരസം റെഡിയായി കഴിഞ്ഞു. കടുക് താളിക്കാൻ പോവാണേ. വറ്റൽമുളകും കടുകും കൂടെ ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഒരു പകുതി സവാള അരിഞ്ഞതും കറിവേപ്പിലയും കൂടെ ഇട്ട് ചുവക്കയൊന്ന് മൂപ്പിച്ചെടുക്കാം. എന്തെളുപ്പമാണ് നമ്മുടെ സാരസം ഉണ്ടാക്കാനല്ലേ? കഷ്ണം അരിഞ്ഞൊന്നും നമുക്ക് മെനക്കെടണ്ട. ഇനി താളിച്ചതും പുളിയും ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ സാരസം റെഡി. ഉള്ളി മൂത്ത് കഴിയുമ്പോൾ ഒരു 1/4 സ്പൂണ് പിരിയം മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഉടനെ തന്നെ തീ അണച്ചോണം, അല്ലെങ്കിൽ മുളക് പൊടി കരിഞ്ഞു പോകും. ഇനി നമുക്കിതിനകത്തോട്ട് ഒരു 1/2 സ്പൂണ് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കും. ഇതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. ഇനി എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്ക് കുക്കറിൻ്റെ പ്രഷർ കളഞ്ഞിട്ട് അതിലേക്ക് നമുക്ക് ഈ താളിച്ചത് ചേർത്ത് കൊടുക്കണം. ഇനി അതിലേക്ക് നമുക്കൊരു പ്രധാന ഐറ്റം ചേർത്ത് കൊടുക്കണം. എന്താ? പുളിവെള്ളം. പുളിവെള്ളം ഇല്ലാതെ രസമോ സാമ്പാറോ ഇല്ലല്ലോ. അപ്പോൾ സാരസത്തിനും അത് മസ്റ്റാണ്. കുക്കർ തുറന്ന് കഷ്ണമൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. പരിപ്പും തക്കാളിക്കയും സവാളയൊക്കെ വെന്ത് നന്നായിട്ട് ഉടഞ്ഞ് ചേർന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് നിങ്ങളുടെ പാകത്തിനനുസരിച്ചുള്ള പുളി ചേർത്ത് കൊടുക്കണം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി തിളയ്ക്കട്ടെ. സാരസം തിളയ്ക്കുമ്പോഴത്തേക്കിനും അതിൻ്റെ ഉപ്പും പുളിയൊക്കെ പാകമാണോ എന്ന് നോക്കണം. ഉപ്പും പുളിയൊക്കെ പലർക്കും പല രീതിയിലാണ്. അപ്പോൾ അതാണ് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് അത് ചേർക്കാം. കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇനി നമുക്ക് ഒരൈറ്റവും കൂടെ ഇതിനകത്തോട്ട് ചേർക്കണം. അതെന്താണെന്നറിയാമോ? ശർക്കരയാണ് ചേർക്കുന്നത്. ഇത് കണ്ടോ, ശർക്കര പൊടി എൻ്റെ കയ്യിലുള്ളത്. അതിൽ നമുക്കൊരു 1/4 ടീസ്പൂണിനും 1/2 സ്പൂണിനും ഇടയ്ക്ക് നമുക്ക് ചേർക്കാം. ശർക്കര ചേർക്കുന്നത് നിങ്ങൾ ഉണ്ടാക്കിയ സാരസത്തിൻ്റെ ഉപ്പും പുളിയും അനുസരിച്ച് വേണം ചേർക്കാൻ. ആദ്യം ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് നോക്കുക. എന്നിട്ട് ടേസ്റ്റ് നോക്കിയിട്ട് വേണമെങ്കിൽ പിന്നെ ചേർത്താൽ മതി. എൻ്റെ സാരസത്തിൻ്റെ ഉപ്പും പുളിയൊക്കെ പാകമായി. ഇനി നമുക്ക് താളിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. താളിച്ചതും ചേർത്ത് നന്നായിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ സാരസം റെഡി. എന്താ എളുപ്പമെന്നറിയോ ഇതുണ്ടാക്കാൻ? ഒരു തവണ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. അപ്പോൾ പിന്നെ നിങ്ങൾ സ്ഥിരം ഇങ്ങനെ തന്നെ ഉണ്ടാക്കത്തുള്ളൂ. വേറൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ സാരസം ഫ്രിഡ്ജിൽ കുറച്ച് ദിവസം ഇരുന്നാലും കേടാവത്തില്ല. പിന്നെ മല്ലിയിലയൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല ചൂട് ദോശ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ കൂടെ സാരസവും കൂടെ കൂട്ടി ഒന്ന് കഴിച്ച് നോക്കാം. ഉച്ചക്കത്തെ ചോറിനും രാവിലത്തെ ദോശയ്ക്കും ഒരൊറ്റ കറി മതി.